നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. കരമന അഖിൽ കൊലപാതകം, പ്രതികളെ തിരിച്ചറിഞ്ഞു. കൊലപാതകം മുൻ വൈരാഗ്യം കാരണം. കരമനയിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. അഖിൽ, വിനീത്, സുമേഷ് എന്നിവരാണ് പ്രതികൾ. ഇവർ ലഹരി സംഘത്തിലെ ഗുണ്ടാ സംഘമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. അഖിലും വിനീതും കൊലപാതക കേസുകളിൽ പ്രതികളാണ്. കരമന ആനന്ദു കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇവർ. പ്രതികൾ കേരളം വിട്ടു പോകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല. പ്രതികളെ വേഗം പിടികൂടണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. അതേസമയം കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യമെന്നാണ് പോലീസ് കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ബാറിൽ അഖിലും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായിരുന്നു. എതിർ സംഘത്തിലെ ആളുകളെ അഖിൽ കല്ലുകൊണ്ട് തലയ്ക്ക് ആക്രമിച്ചിരുന്നു. തുടർന്നുണ്ടായ വൈരാഗ്യം മൂലം എതിർ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇന്നലെ അഖിലിനെ ആക്രമിക്കുകയായിരുന്നു. കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് സാധാരണഗതിയിൽ. ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ സാധാരണഗതിയിലേക്ക്. ഇന്ന് രാവിലെ 8 മണിക്ക് റാസൽ ഖൈമയിലേക്കുള്ള വിമാനം മാത്രമാണ് റദ്ദാക്കിയത്. ബാക്കി എല്ലാ വിമാനങ്ങളും കൃത്യസമയത്ത് സർവീസ് നടത്തുന്നുണ്ടെന്ന് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന എല്ലാ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു. ചൊവ്വാഴ്ച രാത്രി മുതലാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കാൻ തുടങ്ങിയത്. ഡൽഹിയിൽ പൊടിക്കാറ്റിൽ മരങ്ങൾ കടപുഴകിയും കെട്ടിടങ്ങൾ തകർന്നും 2 മരണം, 23 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാത്രി ഡൽഹി NCRൽ ഇടിമിന്നലിന്റെയും മഴയുടെയും അകമ്പടിയോടെ ഉണ്ടായ വൻ പൊടിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി 2 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദേശീയ തലസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊടുങ്കാറ്റിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച് 17ഓളം പേർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് അറിയിച്ചു. കേജ്രിവാളിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം മാറ്റി BJP. പുതിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം മാറ്റി BJP. സ്ഥിരതയുള്ള സർക്കാരിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയുള്ള പ്രചാരണം നടത്തണം. അഴിമതിയും വികസനവും പ്രചാരണ വിഷയം ആകണമെന്നും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിൽ ശ്രദ്ധയൂന്നാൻ നിർദ്ദേശിച്ച് BJP നേതൃത്വം. അരവിന്ദ് കേജ്രിവാളിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. അതേസമയം ഇടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഇന്നു മുതൽ പ്രചാരണ രംഗത്തേക്ക്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ആശ്വാസമായി വേനൽ മഴ. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ചൂടിന് നേരിയ ആശ്വാസമായി വരും ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ തിങ്കളാഴ്ച വരെയാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മോണിറ്റൈസേഷൻ എത്തുന്നു. ഇനി എക്സ് വഴിയും പണമുണ്ടാക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മോണിറ്റൈസേഷൻ എത്തിക്കാനൊരുങ്ങുകയാണ് ഇലോൺ മസ്ക്. ഇതോടെ യൂട്യൂബിനെ പോലെ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ വഴി ഉപഭോക്താക്കൾക്ക് വരുമാനമുണ്ടാക്കാൻ കഴിയും. എക്സിൽ സിനിമകളും സീരിയലുകളും പോസ്റ്റ് ചെയ്യുന്നത് വഴിയായിരിക്കും ഉപഭോക്താക്കൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയുക. കൂടാതെ പോഡ്കാസ്റ്റുകൾക്കും മോണിറ്റൈസേഷൻ ഏർപ്പെടുത്തും. സിനിമകൾ പൂർണ്ണമായും പോസ്റ്റ് ചെയ്യാനും AI ഓഡിയൻസ് സംവിധാനവും എക്സിൽ അവതരിപ്പിക്കും. പരസ്യങ്ങൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ എത്തിക്കുന്ന സംവിധാനമാണ് AI ഓഡിയൻസ്. സബ്സ്ക്രിപ്ഷനിലൂടെ മോണിറ്റൈസേഷൻ ഓണാക്കി പണം നേടുകയും ചെയ്യാമെന്ന് ഇലോൺ മസ്ക് വ്യക്തമാക്കി.
അച്ചടക്ക ലംഘനം KPCC അംഗം KV സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പ്രവർത്തിച്ചതായി പരാതി ഉയർന്നിരുന്നു. KV സുബ്രഹ്മണ്യനെതിരെ KPCC നേതൃയോഗത്തിൽ MK രാഘവൻ വിമർശനം ഉയർത്തിയിരുന്നു. ജീൻസിനകത്ത് പ്രത്യേക അറ. നെടുമ്പാശ്ശേരിയിൽ 2 കിലോ സ്വർണ്ണ ബിസ്ക്കറ്റ് പിടികൂടി. നെടുമ്പാശ്ശേരിയിൽ വൻ സ്വർണ്ണവേട്ട. 2 കിലോ സ്വർണ്ണ ബിസ്ക്കറ്റ് പിടികൂടി. ജീൻസിനകത്ത് പ്രത്യേക അറ തീർത്ത് അതിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1.5 കോടി രൂപയുടെ സ്വർണം കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടി. ദുബായിൽ നിന്നെത്തിയ കന്യാകുമാരി സ്വദേശി ഖാദർ മൊയ്തീനിൽ നിന്നാണ് 2332 ഗ്രാം സ്വർണം പിടികൂടിയത്. ഗ്രീൻ ചാനലിലൂടെ കടക്കാൻ ശ്രമിച്ച ഇയാളെ കസ്റ്റംസ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് 20 സ്വർണ്ണക്കട്ടികൾ കണ്ടെടുത്തത്. സ്വർണം പോക്കറ്റിൽ ചേർത്ത നിലയിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. കിടപ്പ് രോഗിയായ വയോധികനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കുടുംബസമേതം മുങ്ങി. ഏരൂർ വൈമേതിയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് മകൻ കുടുംബസമേതം മുങ്ങി. മകൻ അജിത്തും കുടുംബവുമാണ് അച്ഛനെ ഉപേക്ഷിച്ച് മുങ്ങിയത്. 3 മക്കളുള്ള ഷൺമുഖനെയാണ് മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ചത്. ദുരിതാവസ്ഥയിലായ ഷൺമുഖന് വാടക വീടിന്റെ ഉടമയാണ് നിലവിൽ ഭക്ഷണവും വെള്ളവും നൽകുന്നത്. 24 മണിക്കൂർ വൃദ്ധൻ വീട്ടിലുള്ളത് ആരും അറിഞ്ഞിരുന്നില്ല. വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മകൻ വൃദ്ധനെ ഉപേക്ഷിച്ച് പോയ വിവരം ഉടമസ്ഥൻ അറിയുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ ഉയർന്ന സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ കുറവ്. 240 രൂപയുടെ കുറവാണ് ഇന്നുണ്ടായത്. 53,800 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. 6,725 രൂപയാണ് ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.